വെൽക്കം ബാക്ക് ഇവിടെ. പക്ഷേ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന വാർത്ത അത് തന്നെയാണ്. സംസ്ഥാനത്ത് SIR സമയപരിധി നീട്ടി എന്നുള്ളതാണ്. കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളടക്കം SIR സമയപരിധി നീട്ടി. ഡിസംബർ 16 വരെയാണ് നീട്ടിയത്. എന്യൂമറേഷൻ ഫോമുകൾ ഡിസംബർ 11 വരെ നൽകാം. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16 പ്രസിദ്ധീകരിക്കും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലാണ് സമയപരിധി നീട്ടി നൽകിയത്. കേരളത്തിൽ മാത്രമല്ല ആത്മഹത്യ ഉണ്ടായത്, പല സംസ്ഥാനങ്ങളിൽ BLOമാരുടെ ആത്മഹത്യ. കാരണം തന്നെ ഈ കാര്യങ്ങൾ തന്നെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത BLOമാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ആത്മഹത്യകൾ എത്തിയിട്ടുണ്ട്. മറ്റന്നാൾ സുപ്രീം കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ സ്വാഭാവികമായും സമയപരിധി നീട്ടൽ എന്ന അനിവാര്യമായ നടപടിയിലേക്ക് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പോവുകയാണ് ഉണ്ടായത്. ഉമേഷ് ബാലകൃഷ്ണ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നുണ്ട്. ഉമേഷ്, അതിൽ രാഷ്ട്രീയ വശമുണ്ട്. MV ജയരാജൻ പറഞ്ഞ ഇത് നേരത്തെ തീരുമാനമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ എന്നതടക്കമുള്ള ഒരു രാഷ്ട്രീയ വശം അതിലുണ്ട്. അതിനേക്കാൾ ഉപരി ഏറ്റവും ഈ പറയുന്ന ദിവസം നീട്ടി നൽകാതെ ഈ SIR എന്താണ് ഉദ്ദേശിക്കുന്നത് നടപ്പാകില്ല എന്നത് പകൽ പോലെ വ്യക്തമായിരുന്നു, ഒരുപക്ഷെ ആ യോഗത്തിൽ BJPക്ക് ഒഴികെ. ഉമേഷ്, എന്തായാലും അനിവാര്യമായ തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലേ? തീർച്ചയായും ഇത് ഒരുപക്ഷെ നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ തീയതി പ്രഖ്യാപിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു തീയതി ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ മാത്രം നേരിടുന്ന ഒരു പ്രത്യേകത, കേരളത്തിൽ ഈ ബൂത്ത് ഏജന്റുമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർക്കൊപ്പം ബൂത്ത് ഏജന്റുമാർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് എപ്പോഴും ബൂത്ത് ഏജന്റുമാരായി വരേണ്ടത്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബൂത്ത് ഏജന്റുമാരുടെ അഭാവം, അതായത് വിവിധ സ്ഥലങ്ങളിൽ ബൂത്ത് ഏജന്റുമാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ബൂത്ത് ഏജന്റുമാർക്ക് മുഴുവൻ സമയവും ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഒപ്പം നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ എന്യൂമറേഷൻ ഫോം വിതരണം ആദ്യം തീരുമാനിച്ച പ്രകാരം കൃത്യസമയത്ത് വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആദ്യം തന്നെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറും ജില്ലാ കളക്ടർമാർ അനൗദ്യോഗികമായി നൽകിയ നിർദ്ദേശം, നിങ്ങൾ എല്ലാ ഫോമുകളും വിതരണം ചെയ്തതായി മാർക്ക് ചെയ്തോളൂ, അതിനുശേഷം സമയം കിട്ടുന്നതിനനുസരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് വിതരണം ചെയ്താൽ മതി. അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ വിതരണം ചെയ്ത് കഴിഞ്ഞില്ല എങ്കിൽ വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം. അതിനുശേഷം വിതരണം ചെയ്യാത്തത് അല്ലെങ്കിൽ ആളെ കണ്ടെത്താൻ കഴിയാത്തവർക്കെല്ലാം ഇത് അൺകളക്റ്റഡ് എന്നുള്ള വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തണം. തിരിച്ചു കിട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, അത് മരിച്ചവരാകട്ടെ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവരുടെ, സ്ഥലത്തില്ലാത്തവരാകട്ടെ, ഈ 3 ഓപ്ഷനാണ്. ഇതിപ്പോൾ 75% ഫോമുകൾ ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിൽ തന്നെ 8 ലക്ഷത്തിലധികം പേരുടെ നമ്പർ ഇപ്പോഴും ഈ അൺകളക്റ്റഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പൂർണ്ണമായി വരുമ്പോൾ അത് ഒരുപക്ഷെ 12-15 വലിയ സംഖ്യയാണ്. വലിയ സംഖ്യ വോട്ടർമാരാണ്. 15% തോന്നിയത്. MV ജയരാജൻ പറഞ്ഞ 85% എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ചെയ്തതല്ല. 85% തിരിച്ചു വന്നതിൽ 75% ഡീറ്റെയിൽസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി പണിയുണ്ട്. തിരിച്ചു വരേണ്ടതുണ്ട്. അത് ഡീറ്റെയിൽസ് ചെയ്യേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പണികൾ ബാക്കിയാണ്. 5 ദിവസത്തിനുള്ളിൽ എന്തായാലും നടക്കില്ല എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെയും കളക്ടർമാരുടെയും ഒക്കെ ഉത്തമ ബോധ്യമാണ്. അതിനിടയിൽ അനീഷ് ജോർജ് എന്ന് പറഞ്ഞ ഒരു പാവ മനുഷ്യന് ജീവൻ നഷ്ടമാകേണ്ടി വന്നു. എന്നിരുന്നാലും ആ സമയപരിധി നീട്ടാനുള്ള തീരുമാനം SIR പ്രോസസ്സിന് നല്ലതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.